എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എന്താണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അത് തമ്മിലുള്ള താരതമ്യമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, എക്കണോമിക്സിൽ പ്രധാനമായും കുറെ ബ്രാഞ്ചസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ബ്രാഞ്ചസുകളാണുള്ളത്. അത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സുമാണ്. ഈ 2 ബ്രാഞ്ചസ് തമ്മിലുള്ള താരതമ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് കൂടാതെ പബ്ലിക് എക്കണോമിക്സ്, ബിഹേവിയർ എക്കണോമിക്സ് തുടങ്ങിയ മറ്റ് ബ്രാഞ്ചസുകളുണ്ട്. എന്നാലും എക്കണോമിക്സിൽ പ്രധാനമായും 2 ബ്രാഞ്ചസ് ആണുള്ളത്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് അതിന്റെ ഒറിജിൻ എങ്ങനെയെന്നാണ് പഠിക്കാൻ പോകുന്നത്. The word micro has been derived from the Greek word micros, which means small. It is also called price theory. അതായത് മൈക്രോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മൈക്രോ എക്കണോമിക്സ് എന്ന വാക്കുണ്ടായത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്മോൾ എന്നാണ്. മൈക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ മൈക്രോ എക്കണോമിക്സിനെ പ്രൈസ് തിയറി എന്നും വിളിക്കാറുണ്ട്. പ്രൈസ് തിയറി എന്നും ഈ മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടാറുണ്ട്. ഇനി മാക്രോ എക്കണോമിക്സിന്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ, മാക്രോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സ് ഡിറൈവ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലാർജ് എന്നാണ്. ഇതിനെ പ്രൈസ് തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്നും പറയാറുണ്ട്. ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് തിയറി എന്നും ഈ മാക്രോ എക്കണോമിക്സിനെ പറയാറുണ്ട്. ഇനി മാറ്റേഴ്സ് എന്ന് പറയുന്ന അടുത്ത പോയിന്റിലേക്ക് വരാം. സ്റ്റഡി മാറ്റർ എന്ന് പറയുമ്പോൾ മൈക്രോ എക്കണോമിക്സ് ഇൻഡിവിജ്വൽ എക്കണോമിക് റിലേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹൗസ് ഹോൾഡ്, കൺസ്യൂമർ തുടങ്ങിയ ഇൻഡിവിജ്വൽ എക്കണോമിക് റിലേഷനെ കുറിച്ചാണ് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സിൽ എക്കണോമി ആസ് എ ഹോൾ ആയിട്ട് മൊത്തമായിട്ട് പഠിക്കുന്നതിനാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റഡി അബൌട്ട് ദി എക്കണോമി ആസ് എ ഹോൾ, എക്കണോമി മൊത്തമായിട്ട് പഠിക്കുന്നതിന് മാക്രോ എക്കണോമിക്സ് എന്നും, ഇൻഡിവിജ്വൽ എക്കണോമിക് റിലേഷനെ കുറിച്ച്, ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സ്. ഇനി മെത്തേഡ് എന്ന് പറയുന്നത്, ഇതില് മൈക്രോ എക്കണോമിക്സിൽ പാർഷ്യൽ ഇക്വിലിബ്രിയവും മാക്രോ എക്കണോമിക്സിൽ ജനറൽ ഇക്വിലിബ്രിയമാണ് യൂസ് ചെയ്യുന്നത്. പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ സിംഗിൾ മാർക്കറ്റിനെ കൺസിഡർ ചെയ്യുന്നതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സിൽ മൊത്തമായിട്ടുള്ള മാർക്കറ്റുകളെ കൺസിഡർ ചെയ്യുന്നതിനാണ് ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ പ്രോബ്ലം, മൈക്രോ എക്കണോമിക്സിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷനും അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം, പിന്നെ പ്രൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം എന്നൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിലെ മെയിൻ പ്രോബ്ലം ആയിട്ട് വരുന്നത്. എന്നാൽ ലെവൽ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് മാക്രോ എക്കണോമിക്സിലെ പ്രധാന പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഇത് പോപ്പുലറൈസ് ചെയ്തത്, അതായത് അറിയപ്പെടാൻ തുടങ്ങിയത് ആൽഫ്രഡ് മാർഷലിലൂടെയാണ് ഈ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് കൂടുതൽ പോപ്പുലറൈസ് ആയത്. എന്നാൽ ജെയിംസ് കെയ്ൻസിലൂടെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് കൂടുതൽ പോപ്പുലറൈസ് ആയത്. നമുക്കറിയാം, ജെയിംസ് കെയ്ൻസിന്റെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത്.